ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നിങ്ങളെ എല്ലാവരും ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആയി ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്റ്റേജാണിപ്പോൾ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ, ഒരു കല്യാണം വരുമ്പോൾ തന്നെ ആ ഒരു ദിവസം അടുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ആങ്സൈറ്റിയോ ടെൻഷനോ എന്തൊക്കെ ഒരുമിച്ച് വരില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും. നീറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പയാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത് അല്ലേ. അത് നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എക്സാമാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. 5ാമത്തെ ഇയറാണ് ആ കുട്ടി പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വർഷം പഠിച്ചിട്ടും ഞാൻ മറ്റുള്ളവരൊപ്പം പഠിച്ച് എത്തുന്നില്ലല്ലോ മിസ്സേ എന്നുള്ള ഒരു കൺസേൺ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിട്ട് എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് 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 ആ കുട്ടിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, വേർഡ്സ് പോലും കിട്ടുന്നില്ല. അത്രയ്ക്കും സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ ഞാൻ 5ാമത്തെ പ്രാവശ്യമാണ്, 5th ഇയർ റിപ്പീറ്റ് ആണ്. ഈ വർഷമെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഏജ് ലിമിറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു, പിന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൽ ലിമിറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. എൻ്റെ ഒക്കെ അവസ്ഥ എന്താവും മിസ്സേ? ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, മറ്റുള്ളവരുടെ ഒപ്പം ഞാൻ പഠിച്ച് എത്തുന്നില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നെക്കാളൊക്കെ കുറച്ച് പഠിക്കുന്നവരൊക്കെ നന്നായിട്ട് മാർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം ഓരോന്നും പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് മക്കൾ വന്നിട്ട് നേരിട്ട് വന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രശ്നം, ഞാൻ എന്തുകൊണ്ട് പുറകിലായി പോകുന്നു, ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ഒപ്പം എത്തുന്നില്ല, എനിക്ക് മറ്റുള്ളവരുടെ ഒപ്പം മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഴഞ്ചനായി പോയോ, ഞാനൊരു പഴയ ആളായി പോയോ, എനിക്ക് മാത്രം ഈ ട്രെൻഡിനൊപ്പം ഈ ഇപ്പോഴുള്ള ആളുകൾ പഠിച്ചു പോകുന്ന ആ സ്പീഡിനൊപ്പം പഠിച്ചു പോകാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ മക്കൾക്കുണ്ട്. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ഒരുപാട് പേര് എനിക്കറിയാം, നിങ്ങൾ ക്ലാസ് 12th കഴിഞ്ഞ കുട്ടികൾ അങ്ങനെയുള്ളവരായിരിക്കില്ല എല്ലാവരും. ജസ്റ്റ് ആ ഒരു ഏജിലുള്ളവർ ഒരു പെർസെൻറ്റേജേ ഉണ്ടാവുള്ളൂ. കൂടുതൽ പേരും MBBS എന്നുള്ളൊരു ഡ്രീം, ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ഡ്രീം കൊണ്ട് ലൈഫിൽ ഒരുപാട് സ്റ്റേജുകളിലെത്തി പല ജോലികളും ചെയ്ത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി, അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിൽ നിന്ന് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സോ ഐ നോ ദാറ്റ് എല്ലാവർക്കും ഒരേ ഗ്രാസ്പിംഗ് പവർ അല്ല, നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിൻ ഒരുപോലെയാണോ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് വി ഡു ഈസ് കമ്പയറിങ് അവർ സെൽഫ്. നിങ്ങളെ പോലെ നിങ്ങളുടെ ജേർണി നിങ്ങളുടെ അത്രയും മനസ്സിലാക്കുന്ന വേറെ ആർക്കെങ്കിലും അറിയോ? ഞാനൊരു എക്സാമ്പിൾ പറയാമേ. ഞാൻ എൻ്റെ റിസർച്ചൊക്കെ ചെയ്തിട്ട് എൻ്റെ ഈ PhD തീസിസിന് നമുക്ക് വൈവ ഉണ്ടല്ലോ. അപ്പോൾ വൈവയ്ക്ക് ആണ് നമ്മൾ ഫൈനലി നമ്മുടെ വൈവയ്ക്ക് നമ്മളുടെ വർക്കിനെ ഡിഫെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ റിസർച്ച് കംപ്ലീറ്റ് ആവുക. ആൻഡ് അവിടെ വെച്ചിട്ട് ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ ഡിഫെൻസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, PhDയുടെ വൈവ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ PhD കഴിഞ്ഞു, നമുക്ക് അവർ ഡിഗ്രി അവാർഡ് ചെയ്യും, അതാണ്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ റിസർച്ച് ആസ്പിറൻസിൻ്റെ ലൈഫിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ്. കാരണം നമ്മുടെ അത്രയും വർഷത്തെ റിസർച്ച്, 5 വർഷം 6 വർഷം 7 വർഷമൊക്കെ നമ്മൾ ചെയ്ത റിസർച്ച് വർക്ക് നമ്മളൊരു 10-20 മിനിറ്റിലെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് അവിടെ ഇരിക്കുന്ന ജഡ്ജ്മെൻറ്റ് പാനലിനെ നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. ഇതാണ് ഞാൻ ചെയ്ത വർക്ക്, ഇത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, ഇതാണ് ശരിയെന്ന് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കണം. അപ്പോൾ അതിലൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് ഭയങ്കര എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ് ആ പാനലിൽ ഇരിക്കുന്നത്. അവരെ പറഞ്ഞ് അവർ നമ്മളോട് ഓരോ കാര്യങ്ങളും നമ്മുടെ വർക്കിൻ്റെ നോട്ട് ചെയ്ത് വെച്ച്, അതിനു മുമ്പ് അവർ നമ്മുടെ തീസിസ് മുഴുവൻ വായിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പിന്നെ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഇത് തന്നത്. അപ്പം ആലോചിച്ച് നോക്കുക മക്കൾ, 6-7 വർഷം ചെയ്ത റിസർച്ചിൽ അവിടെ തെറ്റിയത് എന്താണ്, ഇവിടെ തെറ്റിയത് എന്താണ്, ഈ എക്സ്പെരിമെൻ്റ് തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് ആർഗ്യുമെൻറ്റ്സുമായിട്ട് നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ നമ്മളെ ചിലപ്പോൾ മനഃപൂർവ്വം ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ ചോദിക്കും, നിങ്ങൾ ചെയ്ത മെത്തേഡ് തെറ്റല്ലേ, അപ്പം നിങ്ങളുടെ റിസൾട്ട് തന്നെ തെറ്റല്ലേ, നിങ്ങളുടെ ഫൈൻഡിങ് തെറ്റല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരോട് നമ്മൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമം വരുന്ന ഒരു സിറ്റുവേഷനാണത്. നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം അത് തെറ്റാണെന്ന് പറയുമ്പോൾ വർഷങ്ങളോളമുള്ള നമ്മുടെ ഹാർഡ് വർക്ക്, അതിന് പുറകെ നമ്മൾ കളഞ്ഞ സമയം, നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമ്മളുടെ PhDയുടെ വൈവ. അപ്പോൾ ഞാൻ എൻ്റെ വൈവയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ഭയങ്കര എൻ്റെ PhD ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടാണ് അത് ഫിനിഷ് ചെയ്തത്. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യമൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ റിസർച്ച് തുടങ്ങി 3ാമത്തെ വർഷം എൻ്റെ ഗൈഡ് മരിച്ചുപോയി. PhDയുടെ ഗൈഡ് ഇല്ലാണ്ടാവാന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് അത് മൊത്തം നശിച്ചു, പിന്നെ ആദ്യം മുതൽ തുടങ്ങണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഗൈഡ് മരിച്ചു. ആൻഡ് ഫൈനൽ സ്റ്റേജ് ആയപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ ഭയങ്കര പേഴ്സണലി ആൻഡ് വർക്ക് വൈസ് ഓൾസോ ഭയങ്കര ചലഞ്ചസ് ഉള്ള ഒരു ജേർണി ആയിരുന്നു.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫൈനലി ഞാൻ എൻ്റെ വൈവയ്ക്ക് പോവാണ്. അപ്പോൾ ഞാൻ എനിക്ക് യൂണിവേഴ്സിറ്റി വേറൊരു ഗൈഡിനെ തന്നിരുന്നു. അപ്പോൾ ആ മാം വളരെ നന്നായിട്ട് എനിക്കെല്ലാം പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ മാമിൻ്റെ അടുത്ത് പറഞ്ഞു, മാം നാളെ എൻ്റെ വൈവയാണ്, അപ്പം നെക്സ്റ്റ് ഡേ തലേദിവസം ഞാൻ വിളിച്ചിട്ട് മാമിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ, എന്താ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പം എൻ്റെ അടുത്ത് മാം പറഞ്ഞൊരു കാര്യമുണ്ട്, സീ ശ്രുതി, നോബഡി നോസ് യുവർ റിസർച്ച് വർക്ക് മോർ ദാൻ യു. ഈ വർക്കിൽ ഞാൻ നിനക്ക് ജസ്റ്റ് ഒരു വഴികാട്ടിയായിട്ട് സർഫസിൽ നിന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇതിന് ഉള്ളിൽ ഫുൾ കിടന്ന് കളിച്ചത് നീയാണ്. ഈ വർക്കിൽ ഉള്ള പ്രപ്പോസൽ ഉണ്ടാക്കിയത്, എക്സ്പെരിമെൻറ്റ് ഫ്രെയിം ചെയ്തത്, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് ശ്രുതിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പാളിച്ചകൾ വന്നിട്ടുണ്ട്, ഇതിൽ എന്തൊക്കെ ശരിയാണോ തെറ്റാണെന്ന് നിന്നെക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല. സോ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷനായി നിൽക്കുന്ന സമയമാണല്ലോ. ദൈവമേ എന്താകും, നാളെ പ്രസൻറ്റേഷൻ എന്താകും, പാനലിനോട് എന്തൊക്കെ ചോദ്യം ചോദിക്കും എന്നൊക്കെയുള്ള ടെൻഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഐ വാസ് ലൈക്ക്, ശരിയാണല്ലോ, ഇവർക്കൊക്കെ എന്തറിയാം, ഇവർ ഈ ഒരു 2 മണിക്കൂറോ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വായിച്ച എൻ്റെ 300 പേജിൻ്റെ തീസീസ് എൻ്റെ 7 വർഷത്തെ അധ്വാനമാണ്. അപ്പം അതിനെക്കുറിച്ച് എനിക്കല്ലാതെ വേറെ ആർക്കാ ഏറ്റവും കൂടുതൽ അറിയാം. സോ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പോയതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അവർ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഐ വാസ് ലൈക്ക് സൂപ്പർ കോൺഫിഡൻറ്റ്. ബിക്കോസ് എനിക്കറിയാം എൻ്റെ വർക്ക്, എനിക്കറിയാം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും പാളിച്ച് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഞാൻ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഭയങ്കര കോൺഫിഡൻസിൽ ആൻസർ ചെയ്യാൻ പറ്റി. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത മക്കളെ, നമ്മളുടെ നീറ്റ് പ്രിപ്പറേഷനും ഇതുപോലെയല്ലേ ശരിക്കും. നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാനായിട്ട്, അതായത് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ സ്റ്റേജ് വരെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സിലബസ് എന്തുമാത്രം അറിയാം, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഏതാ അറിയാത്ത സബ്ജക്റ്റ്. ഫിസിക്സ് ആണ് എനിക്കറിയാത്തത്, കെമിസ്ട്രി ആണ് എനിക്കറിയാത്തത്, അത് ബയോളജി ആണോ എനിക്ക് ബുദ്ധിമുട്ട്, എന്താണ് എൻ്റെ പ്രശ്നം. നീറ്റ് എക്സാം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ മുമ്പ് എഴുതിയവരാണെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ്, ടൈം മാനേജ് ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം, അതോ പെട്ടെന്നുള്ള ആൻസൈറ്റി ആണോ, ടെൻഷൻ ആണോ, ബ്ലാക്ക് ഔട്ട് ആവുന്നതാണോ നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഏതാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്നുള്ളത് നിങ്ങളെക്കാളും കൂടുതൽ നന്നായി അറിയാവുന്ന വേറെ ആരുമില്ല. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ടീച്ചറിനോ നിങ്ങളുടെ മെന്റേഴ്സിനോ ആർക്കും അറിയില്ല. So nobody knows you better than you. Nobody knows your story better than you. So why are you feeling demotivated? Why are you feeling stuck? ഇതുവരെ നിങ്ങൾ വന്ന വഴി എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെയൊക്കെ താണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ വരെ എത്തിയത്. യു ഹാവ് ഫോട്ട് ഫോർ യുവർ സെൽഫ്, റൈറ്റ്? യു ഹാവ് ഫോട്ട് ഫോർ യുവർ നീഡ്സ്, യുവർ വോൺസ്. ഇപ്പോഴും നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് യു വാണ്ട് MBBS ദാറ്റ് ബാഡ്. അത്രയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്റ്റെത്തസ്കോപ്പ് ഇടണം, എനിക്ക് വൈറ്റ് കോട്ട് ഇട്ട് ഡോക്ടറായിട്ട് പോകണം, എനിക്ക് ആളുകളെ ചികിത്സിക്കണം, എനിക്കൊരു ഫേമസ് അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ. യു റിയലി വാണ്ട് ദാറ്റ് ലൈഫ്, യു വിഷിംഗ് ഫോർ ദാറ്റ് ലൈഫ്, റൈറ്റ്? അപ്പം അത്രയും നിങ്ങൾ ആഗ്രഹിക്കുമ്പം, അത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ then why are you worried? അപ്പോൾ what we have to do children, നമ്മൾ എവിടെയാണ് തെറ്റിപ്പോയത്, നമ്മളുടെ കഴിഞ്ഞ എക്സ്പീരിയൻസിൽ നമുക്ക് എവിടെയാണ് പിഴച്ചു പോയത്, നമ്മൾ എഴുതുന്ന മോക്ക് എക്സാമുകളിൽ നമ്മൾക്ക് എവിടെയാണ് മാർക്ക് കിട്ടാത്തത്, we have to identify our weak points and work on that, and that is very important. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തരണമെന്നുണ്ട്. നിങ്ങൾ പിറകിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പിറകിലായി, എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റക്കായി പോന്നു, എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചെത്തുന്നില്ല? ബിക്കോസ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ആർ ഡിഫറെൻറ്റ്, എവ്രിബഡി ഈസ് സ്പെഷ്യൽ. നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോരുത്തരും അവരുടെ സ്പീഡ് അനുസരിച്ച്, നമ്മളുടെ ഗ്രാസ്പിംഗ് പവർ അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. അത് തന്നെയാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവാൻ പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് സ്റ്റഡി മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇന്റർലിവ്ഡ് പ്രാക്ടീസ്. അതായത് ഇന്റർലിവ്ഡ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ദിവസം ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അന്ന് ഫിസിക്സ് മാത്രം പഠിക്കുന്നു, ആദ്യത്തെ 2 ദിവസം ഫിസിക്സ്, പിന്നത്തെ 2 ദിവസം കെമിസ്ട്രി, അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇന്റർലീവ്ഡ് പ്രാക്ടീസിൽ നമ്മൾ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നോക്കും. അതായത് ഒരു ദിവസം ഫിസിക്സ് പഠിക്കുന്നു ഫോർ 2 hours, നെക്സ്റ്റ് 2 hours നിങ്ങൾ ബോട്ടണി പഠിക്കുന്നു. സോ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് പഠിക്കുമ്പോൾ ഫോർ സം പീപ്പിൾ അത് ഇഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആവാറുണ്ട്. ലൈക്ക് ഇറ്റ് ഗിവ്സ് ദം മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും, ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആവുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഒരു ദിവസം നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്റർലീവ്ഡ് പ്രാക്ടീസ് ട്രൈ ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു. രണ്ടാമതായിട്ട് ഉള്ള ഒരു മെത്തേഡാണ് ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് വിഷ്വൽ ലേണിംഗ്, വിഷ്വൽ എയ്ഡ്സ് ലൈക്ക് ഡയഗ്രംസ്,
ഫ്ലോ ചാർട്ട്സ്, വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. കണ്ട് പഠിക്കാം, ഡയഗ്രാംസ് നോക്കി പഠിക്കുക, ഫ്ലോ ചാർട്ട്സ് നോക്കി പഠിക്കുക, സ്റ്റഡി ഫ്ലാഷ് കാർഡ്സ് അല്ലേ, ടെക്നോളജീനെ നല്ല പോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റഡി ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഇപ്പോൾ ഏതൊരു ആപ്പിലും ഉണ്ടാക്കാം. അപ്പോൾ ഒരു ടോപ്പിക്ക് ഫ്ലാഷ് കാർഡ്സ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം, തെർമോഡൈനാമിക്സ് എന്നുള്ള ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം. ആ ഫുൾ ചാപ്റ്ററിനെ എത്രയോ ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നീറ്റ്സ് ആസ്പിരൻസിന്, അതിൽ ഫ്ലാഷ് കാർഡ്സ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് നോക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം മിസ് ആദ്യം പറഞ്ഞത് എന്താണ് മക്കളോട്? ഇന്റർലിവ്ഡ് പ്രാക്ടീസ് ചെയ്യാം, വിഷ്വൽ ലേണിംഗ് വിത്ത് ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ്, ഓക്കെ, വീഡിയോസിലൂടെ കോൺസെപ്റ്റുകൾ പഠിക്കുക. അത് ചിലർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ആനിമേറ്റഡ് വീഡിയോസിലൂടെ ഒക്കെ സെൽ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, മോളിക്കുലാർ ബേസിസ് ഒക്കെ പഠിക്കുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളതാണ് ഒരുപാട് നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ യുവർ തോട്ട്സ്, if you're not able to control your anger, your emotions, you need help. അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളെ കാം ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് ഉള്ളത്. വൺ ഇസ് മെഡിറ്റേഷൻ, അതർ വൺ ഇസ് യോഗ. നിങ്ങൾക്കറിയാം ഇൻ്റർനാഷണലി ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന, ഗ്ലോബലി ആളുകൾ ചെയ്യുന്ന കാര്യമാണ് യോഗ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. യോഗ നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ ബോഡിയെ ഒരുപാട് റിലാക്സ് ചെയ്യിപ്പിക്കും. യോഗയിൽ തന്നെ മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം മക്കളെ. നിങ്ങൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പ്ലീസ്, ഐ എം ടെലിങ് യു, ഐ എം പ്രൊമോട്ടിങ് യോഗ ഹിയർ, ബിക്കോസ് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ യോഗ ട്രൈ ചെയ്ത് നോക്കുക, മെഡിറ്റേഷൻസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ സ്ട്രെച്ചിങ്സ് ഒക്കെ ചെയ്യുക. എനി ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് യൂസ് ചെയ്യുക. നിങ്ങൾ സ്റ്റഡീസിൽ നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ യു ക്യാൻ ഫ്രെയിം യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. ഒരു പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചു, ഒരു NCERTയിലെ ഒരു 3 പേജ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. സോ ആ 3 പേജിൽ നിന്നും പോസിബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഫ്രെയിം ചെയ്ത് നോക്കുക, അത് റിവൈസ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ തന്നെ കണ്ടെത്തി നോക്കുക. സോ ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു. പിന്നെ ആദ്യമായിട്ട് എഴുതുന്നവരോടും ഫസ്റ്റ് ഇയർ റിപ്പീറ്റേഴ്സിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി നീ ഇത് കറക്റ്റ് ടൈം ആണോ നീ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ? ഇനി സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് കിട്ടുമോ? ഇനി സിലബസ് ഒന്നേന്ന് പഠിച്ചാൽ കിട്ടുമോ? ഡെഫിനറ്റ്ലി 200% ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നീറ്റ് എക്സാം നല്ല സ്കോറോട് കൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ 720 720 പറയുന്നില്ല, പക്ഷേ ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. പക്ഷേ പ്ലീസ് സ്റ്റാർട്ട്. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. മിസ് ഈ പറഞ്ഞ സ്റ്റഡി മെത്തേഡ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ് ഔട്ട്. സോ മക്കളെ, നിങ്ങൾ ഒരിക്കലും പുറകിലല്ല. നിങ്ങൾ പുറകിലാണെങ്കിലും ദാറ്റ്സ് ഓക്കെ. ഓക്കെ, വി ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. ദർസ് നത്തിങ് റോങ് ഇൻ ഞാൻ പുറകിലായി പോയി, ഞാൻ എത്തുന്നില്ല, പഠിച്ച് തീരുന്നില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിച്ച് തീർന്ന് വലിയ പാരഗ്രാഫിലൊക്കെ എഴുതി വെക്കാൻ. യു ആർ നോട്ട് റൈറ്റിംഗ് എ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, ചിൽഡ്രൻ. Okay, understanding the concept, understanding the syllabus is important, managing time is important, solving questions is important. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. Please don't overthink, please don't worry. Okay, I am with you, Xylem is with you. Please keep working hard and don't give up. This is not the time to give up, and I have a lot of confidence in you, my future doctor. നല്ല പോലെ പഠിക്ക്. All the best.